കഥ വിഷുപ്പക്ഷിയുടെ തേങ്ങൽ. പൊന്നുപോലെ തിളങ്ങുന്ന ഓട്ടുരുളി, അതിൽ ഇളം തുടുപ്പ് നിറമാർന്ന ഉണക്കല്ലരി, നടുവിൽ കണിവെള്ളരി. വെള്ളരിയുടെ മുകളിൽ വേണം കൊന്നപ്പൂ വയ്ക്കാൻ. പൂക്കുലയിലെ വാടിയ പൂവൊക്കെ കളഞ്ഞോളൂ, എന്നിട്ട് വെള്ളരി മറയാത്ത വിധത്തിൽ. അങ്ങനെ തന്നെ. ഉരുളിയുടെ ഓരത്ത് വെറ്റിലടയ്ക്ക, പുതിയോണം, വെള്ളോട്ട് കിണ്ടിയിൽ തുളുമ്പി നിൽക്കണം വെള്ളം. പിന്നെ അഷ്ടമംഗല്യം. എന്തൊക്കെ 8 മംഗല്യങ്ങളെന്ന് അറിയോ എൻ്റെ കുട്ടിക്ക്? കൺമഷി, ചാന്ത്, കുങ്കുമം, അക്ഷതം, ഗ്രന്ഥം, വസ്ത്രം, വാൽക്കണ്ണാടി. ഇപ്പം 8 ആയില്ലല്ലോ, ഒന്നുകൂടി വേണ്ടേ? അതാണ് അഷ്ടമംഗല്യ താലമേന്തി നിൽക്കുന്ന സ്ത്രീ. കണി കാണാൻ പനസം വേണം. കണിക്ക് ശേഷം വെട്ടേണ്ടതല്ലേ. തേങ്ങ 2 മുറിയാക്കി അതിൽ അരിത്തിരി ഇട്ട് കത്തിക്കണം. ഉരുളി കണ്ണന് മധ്യത്തിലായി, കണ്ണൻ്റെ മുന്നിൽ മധ്യത്തിലായിട്ട് വെക്കണേ. അതങ്ങനെ തന്നെ. ആമാടപ്പെട്ടിന്ന് ആ പാലയ്ക്കമാല ഇങ്ങോട്ട് എടുത്തോളൂ. കൃഷ്ണവിഗ്രഹത്തിൻ്റെ കഴുത്തിലണിയാൻ 1-ാം തീയതി സ്വർണം കണി കാണണമെന്നാണ് പറയുക. കദളിപ്പഴവും മാമ്പഴവും ഒരു വെള്ളിത്തളികയിലാക്കി ചക്കയുടെ അടുത്ത് വെച്ചോളൂ. നിലവിളക്ക് 5 തിരിയിട്ട് കത്തിക്കണേ. തിരി ഇത്തിരി കനത്തിലിരുന്നോട്ടെ, മുനിഞ്ഞ് കത്തരുത്, എണ്ണയിൽ ആഴ്ന്നു പോവുമരുത്. 1-ാം തീയതിയാണ്. ഒരു കൊല്ലത്തെ ഫലം. ആ നാണയത്തുട്ടുകൾ ഒരു തട്ടിലാക്കി എടുത്ത് വെച്ചില്ല അല്ലേ? എല്ലായിടത്തും എൻ്റെ കയ്യും കണ്ണും എത്തണം എന്ന് പറഞ്ഞാൽ നടക്കുമോ സാവിത്രിയെ? ഇതൊക്കെ ഓർമ്മ ഉണ്ടാവണ്ടേ? അവളുടെ ഭാവം കണ്ടാൽ നടാടെയാണെന്നാണ് തോന്നുക. കണി കണ്ടാൽ കുട്ടികൾക്ക് കൈനീട്ടം കൊടുക്കണ്ടേ? നാരായണനും ദേവകിയും കുട്ടികളും ഇപ്പം എത്തും. ആ കുഞ്ഞിക്കൈകളിൽ വല്ലതും വെച്ച് കൊടുക്കണ്ടേ? വാസേവനും കുട്ടികളെയും കൂട്ടി വരാതിരിക്കില്ല. നിനക്കിത്ര ബോധമില്ലാണ്ടേ ഒന്നും ഞാൻ സ്വപ്നേബി വിചാരിച്ചില്ല എൻ്റെ സാവിത്രിയെ. ആ ആവണപ്പലക നല്ലോണം പാറോത്തിലിട്ട് ഉരച്ച് കഴുകിയെടുക്കണേ. നല്ലോണം കഴുകണം, ഇല്ലെങ്കിൽ കൂറക്കാട്ടം നാറും. ആർക്കപ്പോൾ പലകയുടെ ആവശ്യമല്ലേ? എല്ലാവരും മേശയും കസേരയും ആക്കിയപ്പോൾ പലക അധികപ്പറ്റായി. കണി കണ്ടു കഴിഞ്ഞാൽ കണിയുരുളിയും നിലവിളക്കും ഒന്ന് പടിഞ്ഞാട്ട് കാട്ടണം. കൽപ്പവൃക്ഷത്തിന് കണി കാണിക്കണമെന്നാണ് പറയുക. എനിക്കതെടുത്താൽ പൊങ്ങില്ല. വിളക്കിനും ശി കനം. ഒക്കെ നീ എന്നെ വേണ്ടിവരും സാവിത്രിയെ. താഴത്തിടാണ്ട നോക്കണം കേട്ടോ. ഓട് പൊട്ടിയ അശ്രീകര, വിശേഷിച്ചും 1-ാം തീയതി. ഒരു കൊല്ലത്തെ ഫലല്ലേ. കൽപ്പവൃക്ഷത്തിന് കണി കാണിച്ചു കഴിഞ്ഞാൽ വിളക്ക് ഇവിടെ തന്നെ വെച്ചോളൂ. പടക്കം പൊട്ടിക്കണ്ടേ? ഉരുളി മാത്രം മച്ചിലേക്ക് എടുത്താൽ മതി. പടക്കം വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ട്. ഓലപ്പടക്കം നീട്ടി എറിയണേ, കയ്യിൽ വെച്ച് പൊട്ടണ്ട. ചെറിയ കുട്ടികളുള്ളതാ. അവരുടെ ചെവിക്കല്ല് പൊട്ടിക്കല്ലേ എന്ന് 1000 വട്ടം പറഞ്ഞു. ആര് കേൾക്കാൻ? കമ്പിത്തിരിയും പൂവും നിലച്ചക്രവും ഒക്കെ മതിയായിരുന്നു കുട്ടികൾക്ക് കാണാനൊരു കൗതുകത്തിന്. ഈ മാലപ്പടക്കം ടപ്പ ടപ്പാന്ന് പൊട്ടുമ്പോൾ എൻ്റെ നെഞ്ച് കിടന്ന് ഇടിക്കും. ചായ കുടിക്കുന്നതിന് മുമ്പേ കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോയി തൊഴണം. കുട്ടികളെയും തൊഴിയിക്കണം സാവിത്രി. പുതിയ കൊല്ലായിട്ട് നല്ല അനുഭവം ആവട്ടെ എല്ലാവർക്കും. ഒരു തൂക്കുപാത്രം കൂടി കരുതിക്കോളൂ. പന്തീരടിക്ക് പാൽപ്പായസം ഷീട്ടാക്കി വെച്ചിട്ടുണ്ട്. പാത്രം തിരുമേനി ഏൽപ്പിച്ചിട്ട് ഇങ്ങോട്ട് പോന്നോളൂ. അവിടെ കാത്തു നിന്നിട്ട് കാര്യമില്ല. അടുക്കളയിൽ ഒരു 100 കൂട്ടം പണി കിടക്കണു. എന്നെക്കൊണ്ട് ഒന്നിനും കൂട്ടിയെ കൂടാണ്ടേ. ചക്ക മൂത്തിട്ടുണ്ടാവും. ഒരു കഷ്ണം വെട്ടി വറുക്കാം, മറ്റത് എരിശ്ശേരി വയ്ക്കാം. പണിയെടുക്കാൻ മടിയില്ലാച്ച അത്തിരി പ്രഥമനും വെച്ചോളൂ. നല്ല വരിക്കച്ചക്ക നെയ്യും ശർക്കരയും കൂട്ടി വരട്ടി വെച്ചിട്ടുണ്ട്. പച്ചത്തേങ്ങയുണ്ട് പാലെടുക്കാൻ. പാൽപ്പായസവും ചക്കപ്രഥമനുമായ വിഷുസദ്യ അങ്ങോട്ട് എരമ്പും. പണ്ടൊക്കെ വിഷുക്കഞ്ഞിക്കാ പ്രാധാന്യം. ഇപ്പോഴത്തെ കൂട്ടർക്കല്ലേ സദ്യ. നാടോടുമ്പോൾ നടുവേ ഓട് തന്നെ. അടുക്കളയിലെ പണി കഴിഞ്ഞാൽ ഒരു കൂട്ടം കൂടിയുണ്ട് ബാക്കി. നടുമുറ്റത്ത് ചാണകം മെഴുകി ഒന്ന് അണിയണം. എന്നിട്ട് ആ അമ്മിക്കുട്ടി നടുവിൽ വെച്ചോളൂ. ശിവസങ്കല്പ. 2 കൊന്നപ്പൂ എടുത്ത് ആ പ്രതിഷ്ഠയ്ക്ക് മുന്നിൽ വിതരണം. എന്തിനാ അതൊക്കെയെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കുട്ടിയെ.
ഒക്കെ പണ്ടുള്ളവർ പറഞ്ഞു വെച്ചിട്ടുള്ളതാ. നമ്മളായിട്ട് എന്തിനാ മുടക്കണേ? 12 മണിക്ക് ഇലയിടണം. വടക്കിനിയിൽ മുറിച്ച് വാട്ടി തുടച്ച് വെച്ചിട്ടുണ്ട്. വിളക്കത്ത് ആദ്യം വിളമ്പണം. വിളമ്പണേനും ഉണ്ടൊരു ചിട്ടയും മട്ടും. എരിശ്ശേരി, കാളൻ, ഓലൻ, അവിയൽ, അങ്ങനെ ക്രമം. ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്ത് ക്രമമല്ലേ? അക്രമം ശിവശണ്ടേനി. സാവിത്രി ചാത്തനോട് വിഷിച്ചാൽ കീറാൻ വരാൻ പറഞ്ഞായിരുന്നു. വന്ന എന്നെ ഒന്ന് വിളിക്കണേ. വല്യമ്പ്രാട്ടിയുടേന്ന് കൈനീട്ടം കിട്ടാഞ്ഞാൽ അവന് സങ്കടാവും. സദ്യയും കൊടുത്തേ വിടാവൂ. ഇതെന്താ എൻ്റെ കണ്ണിങ്ങനെ അടഞ്ഞടഞ്ഞ് പോണ്? നേരത്തെ എണീറ്റത് കൊണ്ടാവും. ഇനി ഞാനൊന്ന് മുതി ചായക്കട്ടെ. വെയ്യാണ്ടേ എൻ്റെ തേവരേ. വല്യമ്മേ, എന്താ വേണ്ടേ? വെള്ളം കുടിക്കണോ? എന്താ അങ്ങനെ കിടന്ന് പിറുപിറുക്കണേ? നാരായണൻ, ദേവകി, വാസേവൻ എവിടെ? അവരിങ്ങ് എത്തിയില്ലേ? നല്ല കഥ. അവരൊക്കെ അന്യനാട്ടിലല്ലേ വല്യമ്മേ? അതുകൊണ്ടല്ലേ എന്നെ നോക്കാൻ നിർത്തിയേ. അപ്പോൾ വിഷുവിന്? വിഷുവോ? ഇതപ്പം നന്നായി. അതിനിനി മാസം എത്ര കിടക്കണു? പകൽ കിടന്ന് ഇങ്ങനെ ഉറങ്ങും. എന്നിട്ട് സ്വപ്നം കണ്ട് എന്തെങ്കിലുമൊക്കെ പിച്ചും പെയ്യും പറയും. രാത്രിയിൽ ഇന്നോട്ട് ഉറങ്ങാൻ വിടുമില്ല. അപ്പോൾ സാവിത്രി, അവളീ ഞാൻ പെറ്റതല്ലേ, അവളെവിടെ? തങ്കമണി തിരിഞ്ഞ് കണ്ണീരൊപ്പി. ഹോം നേഴ്സാണ്. 3 മാസം കഴിഞ്ഞാൽ മാറേണ്ടവൾ. ആരോടും അടുപ്പം പാടില്ല. മുറിയിൽ പരതുന്ന വിഹുലമായ ആ നോട്ടം നേരിടാനാകാതെ അവൾ വല്യമ്മയുടെ പുതപ്പ് മാറ്റി അവരുടെ കാല് തടവാൻ തുടങ്ങി. തെക്കേപ്പറമ്പിലെ പുതിയ മൺകൂനയ്ക്ക് മുകളിൽ കമിഴ്ത്തി വെച്ചിരിക്കുന്ന തെങ്ങോലയെ തഴുകിയെത്തിയ കാറ്റ് വല്യമ്മയുടെ ചെവിയിൽ മന്ത്രിച്ചു. വിഷുവിന് കാലെത്ര കഴിയണം അമ്മേ? സാവിത്രി വരൂട്ടോ കണി കൊളുത്താൻ. ഇപ്പം എൻ്റെ അമ്മക്കിളി ഉറങ്ങിക്കോളൂ. വല്യമ്മയുടെ കണ്ണിലും ചുണ്ടിലും 1000 പൂത്തിരിയുടെ പ്രകാശം. അവരുടെ മുന്നിൽ ചുറ്റും ചെറുതാലിയും അണിഞ്ഞ് വെള്ളമിറ്റിറ്റ് വീഴുന്ന മുടിത്തുമ്പ് കെട്ടി മഞ്ഞക്കണിക്കുന്ന പോലെ സാവിത്രി.